പാറശാല ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. അമ്പൂരി സ്വദേശി സന്തോഷ് 40 വയസ്സാണ് മരണപ്പെട്ടത്. KSEB താൽക്കാലിക ജീവനക്കാരനാണ്. ആശുപത്രിക്ക് സമീപം ജോലി ചെയ്യുകയായിരുന്നു. കുഴിഞ്ഞുവീണ സന്തോഷിനെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. യഥാസമയം ഡോക്ടർ സേവനം ലഭ്യമായില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിലെ പുതിയ മന്ദിരങ്ങൾ ഉൾപ്പെടെ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന ആരോപണം നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ തുറക്കുമായിരുന്നു. അതിൽ ഒത്തിരി തവണ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലയിൽ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ഇത്രയും ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കിയത്. ഇന്ന് പൊലിഞ്ഞു പോയത് ഒരു ആദിവാസിയുടെ ജീവനാണെങ്കിൽ നാളെ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവനായിരിക്കും ഈ ഹോസ്പിറ്റലിൽ കാരണം, അല്ലെങ്കിൽ ഈ CK ഹരീന്ദ്രൻ MLA കാരണം നമുക്കിവിടെ നഷ്ടം. രോഗികളെ കൊല്ലുന്ന ആശുപത്രി അടച്ചുപൂട്ടു. അന്നേ തീരുവ ഈ സമരം. പാറശാലക്കാരന് അന്യമായിരിക്കുന്നു. CK ഹരീന്ദ്രൻ പൊട്ടിപ്പൊടിച്ചുകൊണ്ട് പഞ്ചായത്തിൽ ആദിവാസി മേഖലയിൽപ്പെട്ട അയ്യവിലാകം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു 40 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആദിവാസി യുവാവ് KSEBയുടെ ഒരു ജോലിയുമായി, അതായത് ഡെയിലി വേസിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു 4 മണിയോടുകൂടി എന്തോ ചെറിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഒരു പ്രാഥമിക ചികിത്സ കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണെന്നാണ് അവരെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ഇവർ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആദിവാസി മേഖലയിൽപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം RM പോലും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ദൈവം രക്ഷിക്കട്ടെ, ഇവിടെ ഒരു സംവിധാനവും നിലവിലില്ല എന്നുള്ളതാണ്. ആ ഒരു വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയും വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആദിവാസി മേഖലകൾ അയ്യവിലാകം എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റിൽ വന്ന ഈ ആദിവാസി യുവാവിന് ഇവരുടെ ചികിത്സാ പിഴവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അധികൃതർക്കെതിരായിട്ട് നടപടിയെടുക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റാണ്. ഞാൻ പറയുന്ന അദ്ദേഹത്തിനെ എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അവർ വേണമെങ്കിൽ അവർക്ക് ഈ പേഷ്യൻറ്റിനെ തൊട്ടടുത്ത് നിംസ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ റെഫർ ചെയ്യാമായിരുന്നു. ആ ബന്ധുക്കൾ ആരോപിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഓക്സിജൻ കൊടുത്തപ്പോൾ ഓക്സിജൻ്റെ സിലിണ്ടർ പോലും ഇല്ലാതെ കണക്ഷൻ കൊടുത്തു. നഴ്സുമാരും ഡോക്ടർമാരും വിറച്ചുകൊണ്ട് നിന്നു. അവർക്കത് കൊടുത്തില്ല, ഓക്സിജൻ പോലും കൊടുത്തില്ല, ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല എന്നൊക്കെയാണ് അവരുടെ ആരോപണം. ഇതായിട്ട് നമ്മൾ അമ്പൂരി 12 സെറ്റിൽമെൻറ്റിലുള്ള ഒരു ആദിവാസി മേഖലയിലുള്ള തൊടുമല വാർഡിൽ ഉൾപ്പെട്ട പാവപ്പെട്ടാണ് നമ്മൾ ശക്തമായ പ്രതിഷേധം. ഇവിടുത്തെ അസൗകര്യം കാരണമാണ് ഇങ്ങനെ ഉണ്ടായത്. ഇതൊരു ചികിത്സാ പിഴവാണ്. ഇതിനെതിരെ നടപടിയെടുക്കുക മാത്രമല്ല അവർക്ക് ആ കുടുംബത്തിന് വളരെ വലിയൊരു തുക നഷ്ടപരിഹാരമായി കൊടുത്ത് ആ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ശക്തമായ സമര പരിപാടികളുമായി നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ്. അമ്പൂരി സ്വദേശിയായ സന്തോഷ് എന്ന് പറയുന്ന യുവാവ് രാവിലെ ജോലിക്ക് പാറശാലയ്ക്ക് സമീപം വരികയും വൈകുന്നേരത്തോടെ കുഴഞ്ഞ് വീഴുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഈ ആശുപത്രിയിൽ, പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഇവിടെ ആശുപത്രിയിൽ മതിയായ യാതൊരു ചികിത്സാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. CPR കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ECG പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ മെഷീൻസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഒരു ആംബുലൻസ് വിളിച്ച് ഈ രോഗിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും, കൂടുതൽ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ നിർധനരായ ഒരു കുടുംബമാണ് ഈ സന്തോഷിൻ്റേത്. 3 വയസ്സുള്ള ഒരു മകനാണ് ഇദ്ദേഹത്തിനുള്ളത്. വളരെ മോശമായ, വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് പാറശാല താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് വസ്തുത. രോഗികളെ കൊല്ലുന്ന ആശുപത്രി അടച്ചുപൂട്ടു.